മല്ലയ്യ എന്താ സൗന്ദര്യം. മോൻ കാണിക്കൂ. ഈ രൂപത്തിൽ അവരുടെ അടുത്തോടെ നീ എന്ന് നോക്കടി. അയ്യോ ഇങ്ങോട്ട് വന്നേ നോക്കട്രീ. എടി നോക്കട്രീ, ഇതെല്ലാരും കരിപുരട്ടുന്നതാണ്. ഇങ്ങോട്ട് വന്നേ മാധുവാ. പഠിച്ചോ, കസാര പിടിച്ചോ. ഞാൻ എടുക്കത്തില്ല, വീഡിയോ എടുക്കത്തില്ല. ഇത് എഡിറ്റ് ചെയ്ത് മാറ്റും. ഇത് എനിക്ക് കാണാൻ വേണ്ടിട്ട് എടുക്കുന്നു. ആ ഓക്കെ, എന്നാ കണ്ടിട്ട് എടു. ഇപ്പൊ കിട്ടി കഴിഞ്ഞു. ഇനി എന്തുവാ, എന്നെ എന്തായാലും കിട്ടത്തില്ല. അല്ലെങ്കിൽ തന്നെ നിനക്ക് സൗന്ദര്യം കൂടിയതേ ഉള്ളു കിട്ടപ്പോ. നല്ല ഭംഗിയുണ്ട്. നിങ്ങളെ ഒളിച്ച് എന്ന് ലവരെ ഒന്ന് നോക്കണം കേട്ടാ. ആമിയാടി കൂടുതൽ ലുക്കായത്. തല മാത്രമേ കാണിക്കാവുള്ളേ. സൗണ്ട് എടുക്കില്ല. തല മാത്രം കാണിച്ചാ മതി. ഹാപ്പി പേടിച്ച് ഒന്നൂടെ. ഹാപ്പിക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ആറാത് ഇല്ല ഹാപ്പിക്ക് മാത്രമേ ഉള്ളൂ. കൊറേ നേരം നോക്ക്. ആരാ ഏതാടാ കുട്ടിച്ചാത്തട്ട്? ഒന്നൂടെ നോക്കെ. ടെറി അവന് തിന്നാനുള്ള എന്തോ സാധനമാന്ന് വിചാരിച്ചു. കാത്തോന് മനസ്സിലായില്ല. മുഖം അടിപൊളിയായിട്ടുണ്ട്. പാക്കിന്റെ പരസ്യം കൂടെ വേണ്ടല്ലേ? എന്റെ മോട്ടെ പൂമ്പാറ്റ അടിക്കാൻ കൊച്ചി പൂമ്പാറ്റ. ഇതല്ലേ കൊല്ലു അമ്മ കാട്ടി എടുത്തു പോയിപ്പോളെ. ഹാപ്പി പാവാണോ അത്? മോടെ കൂട്ടാണോ? മോടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? പേരെന്തുവാ? അപ്പൊ കാത്തുവോ? ഫ്രണ്ടാണ് ഹാപ്പി. ബെസ്റ്റ് ഫ്രണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്നറിയാമോ? ടെറിമാമൻ. അവള് തന്നെ പറഞ്ഞു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്നറിയാമോ? ഓ അവനവിടെ കിടന്ന് നോക്ക്. അയ്യോടാ ഹാപ്പിയൊക്കെ ഇരുന്ന് കൊടുത്ത് നോക്കിയ കൊച്ചു പൂമ്പാറ്റ. ഇതിന്റെ ഇടയ്ക്കൂടെ ഒരു കൊച്ചു കഠിനാധ്വാനം ചെയ്ത് നോക്കണോ? നിങ്ങൾ അവിടെ ഇരുന്ന് കളിക്കുന്ന പാവം കൊച്ചുണ്ട് ചീകി കൊടുക്കാൻ. എന്തുവാടി ക്ഷീണിച്ചൊരു പരിവായല്ലേ? എവിടെയെങ്കിലും പോയി കിടന്ന് ഇറങ്ങടി. ഇത് കണ്ടോ എന്റെ പുതിയൊരു വെപ്പണാണ്. എന്റെ പുതിയ വണ്ടിയാണ്. ചെയ്യാമോളാ ഫുള്ള്? ഇത് കണ്ടോ എന്റെ പുതിയ വണ്ടിയാണ്. കഷ്ടോടെ കാണ്ട് ടെറിമാമൻ ഇതാ ചെവിയും ഒക്കെ ക്ലീൻ ചെയ്ത് ചീകി കൊടുക്കുന്നത്. വിളിച്ചിടായി കഴിയുമ്പോഴത്തേന് എനിക്കൊരു സഹായിയാവും കൂടെ. നീ കല്യാണം കഴിഞ്ഞ് പോത്തില്ലേടി ഇപ്പം? എന്തോ അവൾ ഇവിടെ താമസിക്കാൻ വരുന്ന ആളെ കെട്ടത്തോളം അതെന്നോട് പറഞ്ഞു. മനുഷ്യരെ കെട്ടത്തില്ല. അവരിതിൽ ഏതെങ്കിലും നല്ലൊരു ബ്രീഡിനെ ചൂസ് ചെയ്ത് കെട്ടാനിരിക്കുക. എന്തോ ടെറീനെ താണ്ടി ഇവിടെ കെട്ടിക്കഴിഞ്ഞു. ആ ഭാഗം ഒന്ന് സൂക്ഷിച്ചു വെക്കണേ. ഭാവിയിൽ ഇവിടെ പെണ്ണുകാണൽ ചടങ്ങിൽ നമുക്കത് റിവീൽ ചെയ്യുന്നതായിരിക്കും. ഞാൻ ടെറിയെ കെട്ടത്തോളം നാമി പറഞ്ഞു. ഇവക്ക് പെണ്ണ് കാണലൊന്നും ഇല്ല. എടി കാത്തു ചീകാൻ പിടിക്കുവാടി. നല്ല സുഖമാടി. അവള് ചീകി തരും. ഞാൻ വണ്ടി ഓടിച്ചടിക്കട്ടെ. ചൂടാ ചീകാൻ പോന്ന്. നീ വെള്ളത്തിൽ മുക്കി എടുക്കേണ്ടി വരും അവളെ. വേറെ ആരെയും പോലെ
അത് അവൾ ഉമ്മ വെച്ച് നിന്നെ കൊല്ലും. കൊച്ചിനെ നക്കല്ലേ പ്ലീസ്. എന്നെ നക്കിയാലും കൊച്ചിനെ നക്കില്ല. കിടന്നോണ്ട് സ്ലീപ് സ്ലീപ് സ്ലീപ്. നച്ചി വേണ്ട. ഹാപ്പി വന്ന് നിൽക്കുന്നു. മോളെ ബെസ്റ്റ് ഫ്രണ്ടിന് ചെയ്യി കൊടുത്തില്ലല്ലോ. എന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഫ്രണ്ട് ആരാന്നറിയാമോ? എനിക്കറിയാം, കല്ലു. കല്ലു നിക്കും. വാ കണ്ടോ, കല്ലുവിന്റെ പേര് പറഞ്ഞപ്പോ കല്ലു മോള് വന്നു. എന്നാലും ഉറങ്ങത്തിന് എന്റെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്. ആരാന്നറിയാമോ? ഉറങ്ങാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. ആരാന്നറിയാമോ? അറിയാമൻ. കണ്ടോ, എന്നെ ഉറങ്ങാൻ ഒന്നും പറയത്തില്ല. ടെറി കഴിക്കാനും ഒന്നും പറയത്തില്ല. അത് അവന് കൊടുത്താ മതി അവൻ പറയുന്നേ. ഇവിടെ ചീകല് തുടങ്ങി. എടി തോണ്ടടി ചൂണ കിടക്കുന്നടി, അവന് ചീപ്പി കൊടുക്കടി. ചൂണ വിഷമിച്ച് കിടക്കുന്നടി, ടൂണയ്ക്ക് കൂടെ ചീപ്പി കൊടു. എന്താ പറ്റി ടൂണയ്ക്ക്? നക്കി കളയുവോ? അവളന്ന് കണ്ടെന്ന് തോന്നുന്നു എന്നെ ഇട്ട് നക്കുന്നേ. ഇങ്ങനെ അങ്ങോട്ട് ഇത് കണ്ടത് എന്തൊരു സ്നേഹമുള്ള കൊച്ചാന്നറിയാവോ? എവിടേക്കോ മണ്ണി കൊണ്ടുപോയി മൂക്കും കുത്തിയിട്ട് വന്ന്. അവളെ എങ്ങാണ്ടൊക്കെ മുറിഞ്ഞു ഓരോ ദിവസവും കഴിയുമ്പോഴും വരുന്നത്. അമ്മാതിരി ഓട്ടമാവും. ഹാപ്പി ഒന്ന് നിന്ന് കൊടുക്കടി, അവള് കുരയ്ക്കാൻ പോയി. അതുപോലെ ഇത് പാവറി വർഷത്തിലൊരിക്കല് എന്നുവെച്ചാ ഒരു ദിവസം ചൂണ നാക്ക് ഞാൻ കെട്ടിവെക്കും. സത്യം പറയാലോ, ചൂണയുടെ നാക്ക് ഞാൻ കെട്ടിവെക്കും. തോന്നിയപ്പോ ഇത്ര ശല്യം. ഈ ചൂണ കിടക്കിടാവും. കാലിന്റെ അടി കിടക്കാനടി കിടന്നോടെ ഡൗൺ. അത് അവളുടെ ഏരിയ. ഇത് മിക്കുവിന്റെ ഏരിയയാ. മിക്കു ഇതെല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്ത്. പാരമ്പര്യം മിക്കു ടെസയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത്, ടെസ ടെറിക്ക് പഠിപ്പിച്ചു കൊടുത്ത്, ടെറീനെ കണ്ട എല്ലാരും. എന്നാ മിക്കുവിന് പഠിപ്പിച്ചു കൊടുത്ത ആരാന്നറിയോ? ടിങ്കു. ടിങ്കുവിന്റെ സ്പോട്ടാ ഇത്. ടിങ്കു ഞാൻ പറയട്ടെ. എന്നിട്ട് ടിങ്കു ഒരു ദിവസം കുഞ്ഞാഞ്ഞയുടെ മടി വന്ന് കിടന്ന്. അപ്പൊ ഞാൻ എടുത്തോണ്ടായിരുന്നു. ഫ്രണ്ടിൽ ആരോ വന്ന് ഗേറ്റ് തുറന്ന് എണീച്ച് പോയി എന്റെ കൈ മുറിഞ്ഞു. പിന്നെ അന്ന് തൊട്ട് ഞാൻ അവന്റെ അടുത്ത് പിണക്കമായിരുന്നു. അത് നീ ഓർമ്മയുണ്ട്, നീ വന്ന് മടി ഇരുന്ന് കഴിഞ്ഞാല് നിന്നെ വലിച്ചു മാറ്റുവായിരുന്നു. എന്നിട്ട് അവ കയറി കിടക്കുക. എന്ത് പാടി? അവിടെ കട നീ എണീച്ച് പോണ്ട. എനിക്ക് 2.5 വയസ്സ് വരെ കാണുണ്ടായിരുന്നല്ലേ ടിങ്കു? 2.5 വയസ്സ് വരെ എന്റെ പ്രായമായിരുന്നു ടിങ്കുന്. എനിക്ക് 7 വയസ്സുള്ളപ്പോ അവന് 7 വയസ്സായിരുന്നു. 7 അവന് 7 എന്തോ എടുത്ത് കളയടിയത്. അങ്ങാണ്ട് ഓരോ പ്ലാസ്റ്റിക് എടുത്തോണ്ട് വന്നിട്ട് ഞാൻ കുഴിച്ചിടാൻ പോവാ. അത് അവൾ ആ സ്ഥലം നോക്കി വെച്ചേക്ക്. നീ പോയി കഴിയുമ്പോ അവൾ ആ കുഴി ഒഴിച്ചതെടുക്കും. അയ്യോ, കൊച്ചിന്റെ പുറത്ത് എല്ലാരും നിന്റെ ചുറ്റുമുണ്ടടി. ആ ജർമ്മൻ ഷെപ്പേർഡ് കുടുംബത്തിൽപ്പെട്ട ഒഴിച്ചെല്ലാം നിന്റെ ചുറ്റുമുണ്ട്. നോക്ക്, അമ്മയും മോളും കിടക്കുന്ന നോക്കത് നോക്ക്. അമ്മയും മോളും കലിപ്പില്ല. എന്തോടെ മോടെ കയ്യിൽ നാട്ടിരിക്കുന്നെ? ഏതാണ്ട് അവിടെ കയ്യിലുണ്ട്. നോക്കിയാരെ കൈ മുറിഞ്ഞാലേ മരുന്നിട്ട് കൊടുക്കണം. ഹാപ്പിക്ക് പെഡിക്യൂർ പാവം. ഹാപ്പിയുടെ കൈ ഡോറിനടി. ഹാപ്പി പെടുത്തൂറി അല്ല പെഡിക്യൂർ. ഓക്കെ. ഏട്ടന്റെ കാര്യം ഞാൻ സ്ഥിരം ചെയ്തിരുന്ന സംഭവം. സ്ഥിരം എന്ന് പറയുമ്പോ 2 വർഷമൊക്കെ കൂടുമ്പോ അതൊന്ന് പറഞ്ഞാടി പോട്ടാക്കല്ലാന്ന്. എന്റെ പാവം കൊച്ചിന്റെ കൈ വേദനിച്ചു. അതുകൊണ്ട് ഞാൻ ഇവള് നേരത്തെ അവിടെ ഡോറിന്റെ ഇടയ്ക്ക് കൈ കൊണ്ട് വെച്ചായിരുന്നു കേട്ടാ. അവക്ക് നൊന്തയൊന്നും ഇല്ല. ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ടാ ഈ ഓട്ടം എല്ലാം ഓടിയത്. എന്നാലും അവിടെ കിടന്ന് കാല് നക്കുന്നുണ്ട്. അന്നേരം ഒന്ന് പിടിച്ചു വെച്ച് നോക്കിയത് എന്തേലും മുറിവ് വല്ലതും ഉണ്ടോ എന്ന്. ഒന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ആരടി നിന്റെ കാലിനകത്ത് ഡോറ് കയറ്റിയത്? എല്ലാ അപകടത്തിന്റെയും പിന്നില് ടൂണയുടെ കറുത്ത കരങ്ങളുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇവളെന്നെ മറിച്ചിട്ട്. ആര്? ഹാപ്പി. അവളങ്ങനെ ചെയ്യത്തില്ല. ഓടിയപ്പോ പുറേന്ന് വന്ന് ഒറ്റ കുത്ത്. അത് അവള് കാറ്റടിച്ച് ചരിഞ്ഞ് കൊണ്ടേരി. അല്ലാതെ ഹാപ്പി അങ്ങനെ ടൂണയാന്നേ. ഓക്കെ, ചീപ്പ് കഴിഞ്ഞില്ലേ ഇതുവരെ? മാറ്. എന്റെ മോള് കടന്നു. എന്റെ മോളെ ഞാൻ നോക്കോ. നോ നോ നോ, എന്റെ ഹാപ്പി അല്ല. ഹാപ്പി ഞാൻ സമ്മതിക്കത്തില്ല. പാവം കൊച്ചിനെ വിഷമിപ്പിക്കാടി.
നീ ഹാപ്പി എടുത്തപ്പം ഞാൻ ഒന്നിനെ തരത്തില്ല. പാടി ഞാൻ നിന്നെ ഞാൻ നിന്നെ അങ്ങ് എടുക്കുവാ. തരത്തില്ലടി പൊടി. അല്ല മോടയാ മോടയാടി എടേ കരയിപ്പിക്കാടി കുഞ്ഞിനെ. മുഖം പോയത് നീ ഹാപ്പി എടുത്തപ്പോ അവൾ ഉടനെ ടെറിയർ എടുത്ത് പോയതല്ലേ, അവള് വഴക്കിടാതെ അല്ലേ മോളെ? എടേ അവക്ക് കൊടുക്ക് ഹാപ്പിയോ കാത്തൂനെ ആരെങ്കിലും. മോടയാ കേട്ടോ. ഇതെല്ലാം മോടയാ. ഇവള് ഇതാണ്ട വഴിപോക്കി. ഞാനിപ്പോ അങ്ങനെ കൊള്ളാടി കൊള്ളാം. അയ്യോ എന്നെ വിഷമിപ്പിക്കാതെ ഹാപ്പി വന്നു. മോടത കാത്തു ഹാപ്പി മോടയാ കേട്ടാ. ഓക്കെ. ഈ ആമി ആരാ? വെറും വഴിപോക്കി. അയ്യോ ആമി ചേച്ചി നമ്മുടെയാന്ന് പറഞ്ഞു. എന്റെ ഹാപ്പി അറിയാവുന്ന അവക്ക് ഹാപ്പി ഒന്ന് ചെയ്യാൻ കൊടുക്കട്ടെ എപ്പോഴത്തേനും അവക്ക്. നീ ആമിക്ക് കൊടുക്കണ്ട കേട്ടാ. ചെറിയ ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കത്തില്ല. ചെറിയ ഔട്ട് ഓഫ് സ്റ്റോക്ക് അവിടെ ഇല്ലേ? ഔട്ട് ഓഫ് സ്റ്റോക്ക് നോട്ട് ഫോർ സെയിൽ. ചെറിയ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയോ? ഔട്ട് ഓഫ് സ്റ്റോക്ക് അവര് ലൈഫ് ലോങ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഞാൻ ആർക്കും ചെറിയ ഔട്ട് ഓഫ് സ്റ്റോക്ക് അണ്ടർ ദി ചെയർ അല്ലേ? ഞാൻ കൊടുക്കത്തില്ല ടെറീന. ടൂണെ ട്രാപ്പാക്കാൻ പറ്റത്തില്ല. എനിക്ക് വണ്ടി കളിക്കുന്നത് ഇഷ്ടം. ടൂണ അതുകൊണ്ട് വണ്ടി കളിച്ച് എന്റെ കൂടെ കണ്ണിൽ വരും. അല്ല വല്ല കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ മുടി അന്യന്റെ കൂട്ട് കിടക്കുന്നു. എനിക്ക് ഇതിന്റെ ഇടയ്ക്കൂടെ വിഷനുണ്ട്. പിന്നെ ഞാൻ ആരാ മോള്? ഈ അങ്ങനെങ്കി അങ്ങനെ. പക്ഷെ ടൂണയുടെ മോന്ത എനിക്ക് വേണം. അവിടെ എന്താ ഞാൻ കണ്ണിങ് എടുക്കുക, ഞാനിത് ഇടുക. ആ ഓക്കെ വീണ